$1200 മുകളിലോട്ട് ട്രേഡ് ബുക്ക് ചെയ്ത ഒരു ട്രേഡിന്റെ കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. സോ ഈ ഒരു ട്രേഡ് ഞാൻ എക്സിക്യൂട്ട് ചെയ്തത് ഇന്നലെ ന്യൂയോർക്ക് മാർക്കറ്റിലായിരുന്നു, ന്യൂയോർക്കിന്റെ ഓപ്പണിംഗിലായിരുന്നു. ഇവിടെ ഈ ഒരു ട്രേഡ് എടുക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 4 അവർ മാർക്കറ്റ് ഈ ഒരു ലെവൽ നല്ല രീതിക്ക് റെസ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ലെവലാണ്. മാർക്കറ്റ് നമുക്കൊരു SNR ലെവൽ ഫോം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലെവലിനെ മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്ത് ഈ ഒരു ഹൈനെ 4 അവർ ബ്രേക്ക് ചെയ്ത സമയത്ത് ഈ ഒരു ട്രേഡ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു 50 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലാണ്. സോ വൺസ് 50 മിനിറ്റ്സ് നോക്കുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി അറിയാം മാർക്കറ്റ് ഈ ഒരു SNR ലെവൽസ് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ആയിട്ട് ഉണ്ടായിരുന്ന ഒരു ഏരിയ ഞാൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഓക്കെ, സോ പ്രീവിയസ് ആയിട്ട് 50 മിനിറ്റ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ ചെറിയ രീതിക്ക് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബ്രേക്ക് നൽകിയിട്ടുണ്ട്. ഈ ഒരു ബ്രേക്ക് വന്ന സമയത്ത് നമ്മൾ പിന്നെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന്റെ ഒരു റീട്രേസ്മെന്റിനായിരുന്നു. നമുക്കൊരു സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ ചെറിയൊരു ബ്രേക്ക് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഇന്റേണലി ഇവിടെ ഉണ്ടായിരുന്ന ഏരിയനെ ഒരു പുതിയ ഹൈയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വന്ന സമയത്ത് ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത ഡിമാൻഡ് സോൺ എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലാണ് ഡിമാൻഡ് സോൺ. സോ ഇവിടെ ഇതൊരു മാനിപ്പുലേഷൻ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു എക്സ്ട്രാ കൺഫർമേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. അവിടെ ആ ഒരു സോൺ, ഈ ഒരു ഡിമാൻഡ് സോണിൽ നിന്ന് എന്തെങ്കിലും ബയേഴ്സിന്റെ ഒരു ഇൻവോൾവ്മെന്റ് നമുക്ക് ഒരു ക്യാൻഡിൽ കൺഫർമേഷൻ ഫോം ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു ട്രേഡ് എടുക്കാം എന്നുള്ളതായിരുന്നു ആ ഒരു ട്രേഡിന്റെ മെയിൻ ആയിട്ടുണ്ടായിരുന്ന ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. സോ മാർക്കറ്റ് ആ ഒരു ലെവലിൽ എത്തിയ സമയത്ത് നമുക്കറിയാം മാർക്കറ്റ് ഈ ഒരു സമയത്ത് എത്തി. മാർക്കറ്റ് സ്റ്റിൽ ഇവിടെ മാർക്കറ്റ് റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നില്ല ഒരു ഡിസ്കൗണ്ടഡ് ഏരിയ. സോ ഒന്നും കൂടെ വെയിറ്റ് ചെയ്ത് ഇവിടെ നമുക്ക് നോക്കാം. ഒരു ഈക്വൽ ലോസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു ലിക്വിഡിറ്റി സ്വീപ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കാം. പക്ഷെ ഇവിടെ ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത സമയത്താണ് നമ്മൾ ഈ ഒരു ട്രേഡ് പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ന്യൂസും ഉണ്ടായിരുന്നു കേട്ടോ. ന്യൂസ് ഉണ്ടായിരുന്നുണ്ടെങ്കിലും അത്ര വലിയൊരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ന്യൂസോ അല്ലെങ്കിൽ വലിയ സ്ലിപ്പേജസ് ഇഷ്യൂസ് ഒന്നും വരുന്ന ന്യൂസ് ആയിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ നിന്നാണ് നമ്മൾ ബൈയിന്റെ പൊസിഷൻസ്, ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് വന്ന സമയത്താണ് ഇവിടെയാണ് ബൈ ഉണ്ടായിരുന്നത്. ഇതിന്റെ ഒരു റീട്രേസ്മെന്റ് എന്നുള്ള ലെവലിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡിലിന്റെ ഒരു 50% എന്നുള്ള രീതിയിലാണ് ഒരു സെൽ ഓർഡേഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ എന്റെ കമ്മ്യൂണിറ്റിയിലും എന്റെ ടെലഗ്രാമിലും എന്റെ സ്റ്റുഡൻസിനൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള ട്രേഡാണ്. പിന്നീട് നോക്കിയിരുന്നത് ഈ ഒരു ലെവലിലോട്ടായിരുന്നു TP നോക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു 4019 എന്ന് പറയുന്ന ലെവലിലാണ്. അറൌണ്ട് 1:3 മുകളിലോട്ട് നല്ല രീതിക്ക് റേഷ്യോ തരുന്ന ഒരു സിമ്പിൾ ആയിട്ടൊരു ട്രേഡാണ്. ഇവിടെ നമുക്ക് സെഷൻ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ന്യൂയോർക്ക് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു സമയം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഇവിടെ വരുന്ന സമയത്താണ് ന്യൂയോർക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ മാർക്കറ്റ് ആ ഒരു ഏരിയ റിജക്ട് ചെയ്തു. നല്ല രീതിക്ക് മാർക്കറ്റ് നല്ല പുഷ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു പുഷ് ചെയ്ത സമയത്ത് തന്നെ നമുക്ക് ടാർഗറ്റ് വിത്തിൻ ഒരു 30 മിനിറ്റ്സ് കൊണ്ടാണ് നമ്മൾ ഈ ട്രേഡ് നമുക്ക് ടാർഗറ്റ് അടിച്ചിട്ടുള്ളത്. സോ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഗോൾഡിന്റെ കണ്ടന്റ്സ് ഒക്കെ വേണമെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ.